നമ്മൾ ഈ വിഷ്വൽ ഫാറ്റിക്കിനെ ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് വീഡിയോയുടെ വ്യൂസ് കൂട്ടാവുന്നതാണ്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ വളരെ നന്നായി തന്നെ വ്യൂസ് കയറി മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലൈക്സും കമൻസും നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ടായിരിക്കും. പക്ഷേ പിന്നീട് ഒരു ദിവസം അതിൽ വ്യൂസ് കയറുന്നത് പതുക്കെ കുറഞ്ഞ് അതിൽ വ്യൂസ് കയറുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി പോകും. അതായത് പിന്നീട് ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കയറുന്ന വ്യൂസ് എന്ന് പറയുന്നത് 0 വ്യൂസ് ആയിരിക്കും. ഇങ്ങനെയുള്ള വീഡിയോസിനെ നിങ്ങൾക്ക് വീണ്ടും ഓടിക്കാൻ പറ്റുമോ, അതോ ആ വീഡിയോ കംപ്ലീറ്റ്ലി എക്സ്പയർ ആയിപ്പോയോ? ഈ വീഡിയോയെ നമുക്ക് വീണ്ടും അൽഗോരിതത്തിലേക്ക് കയറ്റി വിടാൻ പറ്റുമോ? അതുപോലെ അൽഗോരിതം ഈ വീഡിയോ വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്ത് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ യെസ്, നമുക്ക് ഈ വീഡിയോ വീണ്ടും നമുക്ക് ഓടിക്കാൻ പറ്റും. ഞാൻ സ്വയം ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ പല പഴയ വീഡിയോസിനെയും ഞാൻ 5-6 മാസം കഴിഞ്ഞിട്ട് ഈ ചില ട്രിക്കുകൾ ഉപയോഗിച്ച് വീണ്ടും ഓടിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായി വ്യൂസ് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളുടെയും ചില വീഡിയോസ് ഓൾറെഡി ഓടി ഇപ്പോൾ അതിൽ വ്യൂസ് കയറുന്ന സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസിനെ നമുക്ക് വീണ്ടും ഓടിച്ച് അതിൻ്റെ വ്യൂസ് നമുക്ക് വീണ്ടും കൂട്ടാവുന്നതാണ്. അതിനുള്ള ചില ട്രിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ലാസ്റ്റ് വരെ കാണുക. കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കി അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ വീഡിയോസിൻ്റെ വ്യൂസ് ഇതുപോലെ കൂട്ടാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2-3 സ്റ്റെപ്പുകളുണ്ട്. ഓരോ സ്റ്റെപ്പിലും അതിൻ്റേതായ സ്ട്രാറ്റജി യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ കുറേ ഓടിയിട്ട് ഇപ്പോൾ അതിൻ്റെ വ്യൂസ് സ്റ്റോപ്പായി പോയെങ്കിൽ ആ വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും വ്യൂസ് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഗസ് ചെയ്യരുത്. പലരുടെ ഒരു സ്വഭാവമുണ്ട്, അവരുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗസ് ചെയ്യാൻ തുടങ്ങും. ഈ കാരണം കൊണ്ടായിരിക്കും വ്യൂസ് കുറഞ്ഞ്, അല്ലെങ്കിൽ ആ കാരണം കൊണ്ടായിരിക്കും വ്യൂസ് കുറഞ്ഞ്. ഇങ്ങനെ നിങ്ങൾ ഗസ് ചെയ്യരുത്. നിങ്ങൾ ആ വീഡിയോയുടെ അനാലിറ്റിക്സ് ചെക്ക് ചെയ്യുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനാലിറ്റിക്സ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത് ഈ സമയത്ത് ചെക്ക് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയുടെ അനാലിറ്റിക്സ് ചെക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് ആ വീഡിയോയ്ക്ക് വ്യൂസ് കുറഞ്ഞു പോയത്, ഈ ഒരു കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിന് പല കാരണങ്ങളും ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഇത് ട്രെൻഡിങ് ടോപ്പിക്കാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിന് ഇപ്പോൾ ഓഡിയൻസ് ഇല്ല. കാരണം നിങ്ങൾ ഈ ട്രെൻഡിങ് ടോപ്പിക്ക് ചെയ്തിട്ട് കുറേ നാളായി. അന്ന് അത് ട്രെൻഡായിരുന്നു, ഇന്ന് അത് ട്രെൻഡ് അല്ല. കാരണം യൂട്യൂബിൽ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ് ടോപ്പിക്സ് വന്നുകൊണ്ടേയിരിക്കും. ഈ ട്രെൻഡിങ് ടോപ്പിക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓഡിയൻസ് ഉണ്ടാവും, ആ വീഡിയോ വൈറലായെന്നും വരാം. പക്ഷെ പതുക്കെ അതിൻ്റെ ട്രെൻഡ് കുറഞ്ഞു വരും. കാരണം യൂട്യൂബിലെ പുതിയ ട്രെൻഡുകൾ വന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വീഡിയോ അത് ചെയ്ത സമയത്ത് ട്രെൻഡിങ് ടോപ്പിക്കായിരുന്നു, ഇന്നത് ട്രെൻഡിങ് ടോപ്പിക് അല്ല. കാരണം പുതിയ ടോപ്പിക്കുകൾ യൂട്യൂബിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് ഇനി നിങ്ങൾ ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിപ്പോൾ ട്രെൻഡിങ് ടോപ്പിക് അല്ല. ഇതിൻ്റെ വ്യൂസ് കൂട്ടാൻ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാണ്. ഇതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി ഈ ഒരു പ്രശ്നമല്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ വീഡിയോ ഇട്ട സമയത്ത് ആ സ്റ്റാർട്ടിങ് സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നീട് ഈ ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നോക്കി മനസ്സിലാക്കുക, എവിടെ വെച്ചാണ് ഈ ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞു പോയിരിക്കുന്നത്. അതുപോലെ തന്നെ CTR നിങ്ങൾ നോക്കുക. CTRും ഈ തുടക്ക സമയത്ത് വളരെ നല്ല CTR നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു 10-ന് മുകളിലൊക്കെ CTR നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയത്. പക്ഷേ പിന്നീട് പതുക്കെ ഈ CTRും കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതും നോക്കി മനസ്സിലാക്കുക, എവിടെ വെച്ചാണ് ഈ CTR കുറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനാലിറ്റിക്സ് നോക്കി മനസ്സിലാക്കുക. എന്താണ് പ്രശ്നം, എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോയുടെ വ്യൂസ് സ്റ്റോപ്പ് ആയി പോയത്. ഈ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ റാൻഡംലി ഊഹാപോഹം വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഹാർഡ് വർക്ക് വേസ്റ്റ് ആക്കി കളയാവുന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ആ വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും വ്യൂസ് കൂട്ടാൻ പറ്റത്തില്ല. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് യൂട്യൂബിലെന്ന് മാത്രമല്ല നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു പ്രോബ്ലമാണ്. അതാണ് വിഷ്വൽ ഫാറ്റിക്. എന്താണ് ഈ വിഷ്വൽ ഫാറ്റിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഡിയൻസിൻ്റെ മുന്നിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ അൽഗോരിതം ഇതിനെ പുഷ് ചെയ്ത് ഓഡിയൻസിലേക്ക് എത്തിക്കുമ്പോൾ നമ്മളുടെ ഈ വീഡിയോയുടെ ടൈറ്റിലും തമ്മിലും മാത്രമാണ് ഇവർക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ കുറേ നാൾ മുമ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഇതിനെ വീണ്ടും ഇതിൻ്റെ ഈ സെയിം ടൈറ്റിലും തമ്മിലും കണ്ട് അൽഗോരിതം ഇതിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഓഡിയൻസും ഇതിനെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഓഡിയൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടുള്ള ചില ഓഡിയൻസ് ഉണ്ടാകും. അവർ ചിലപ്പോൾ ഇതിനെ
വീണ്ടും ക്ലിക്ക് ചെയ്ത് കാണത്തില്ല. അതുപോലെ ഇത് ഒരുപാട് പ്രാവശ്യം ആളുകളുടെ മുന്നിൽ എത്തിയതിനു ശേഷം ഇതിന് ക്ലിക്ക് ചെയ്ത് കാണാത്ത ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരിക്കും. ഇത്രയധികം പ്രാവശ്യം അവരുടെ മുന്നിൽ എത്തിയിട്ടും അവർ ഇതുവരെ ക്ലിക്ക് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും അവരിതിനെ ക്ലിക്ക് ചെയ്ത് കാണാനും പോകുന്നില്ല. അതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ CTRഉം കുറഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വിഷ്വൽ ഫാറ്റിക്കിനെ ഫിക്സ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ ചേഞ്ച് ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു ടൈറ്റിൽ കൊടുക്കുക. പക്ഷേ നമ്മുടെ കണ്ടന്റ് അനുസരിച്ചുള്ള ടൈറ്റിൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ തംബ്നെയിലും ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടെ അട്രാക്റ്റീവായ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായി, നിങ്ങളുടെ ഒരു ഫ്രഷ് ടൈറ്റിലുമായി തംബ്നെയിലുമായി ഈ റിഫ്രഷ് ആയ ടൈറ്റിലും തംബ്നെയിലുമായിരിക്കും പിന്നീട് നമ്മുടെ അൽഗോരിതത്തിലേക്കും പോകുന്നത്, അതുപോലെ നമ്മുടെ ഓഡിയൻസിലേക്കും പോകുന്നത്. ഒരുപാട് ആളുകളുണ്ട് അവരുടെ പല പഴയ വീഡിയോസിൻ്റെയും വ്യൂസ് ഇതേ ട്രിക്ക് ഉപയോഗിച്ച് കൂട്ടിയെടുത്തിട്ടുള്ളവർ. ഞാനും ചെയ്തിട്ടുണ്ട്. എൻ്റെ പല പഴയ വീഡിയോസിലും ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കിവിടെ വ്യൂസ് കൂട്ടി കിട്ടിയിട്ടുമുണ്ട്. ഇനി നിങ്ങളിൽ ചിലർ ചോദിക്കും, ഇതൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ ഡേറ്റ് കാണിക്കത്തില്ലേ, ഇതൊരു പഴയ വീഡിയോ ആണെന്ന് ആളുകൾക്ക് മനസ്സിലാവത്തില്ലേ? അതിനെന്താ, പഴയ വീഡിയോ ആളുകൾ കാണാറുമുണ്ട്. അത് മാത്രമല്ല, ഈ വീഡിയോ നേരത്തെ ഇഗ്നോർ ചെയ്തിട്ടുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഇത് ഏത് വീഡിയോ ആണെന്ന്. മാത്രമല്ല, ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് അവർക്ക് അറിയത്തുമില്ല. കാരണം അവരിതിനെ ക്ലിക്ക് ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പുതിയ ടൈറ്റിലും തംബ്നെയിലുമായിട്ട് അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ, അത് ഇഷ്ടപ്പെട്ട് അവരിതിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ, ഇതൊരു റെലവൻറ്റ് വീഡിയോ ആണെങ്കിൽ ഇതവർ മാക്സിമം കാണുകയും ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ ഓഡിയൻസ് റിട്ടൻഷൻ കൂട്ടി കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ ഇതൊരു റെലവൻറ്റ് വീഡിയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് ചില സമയത്ത് വർക്ക് ചെയ്യാറില്ല, പക്ഷേ ചില സമയത്ത് വളരെ നന്നായി വർക്ക് ചെയ്യുകയും നമുക്ക് ഒരുപാട് വ്യൂസ് കൂട്ടി തരികയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നമുക്കൊരു മാറ്റം കൊണ്ടുവരാവുന്നതാണ്. അതായത് കീവേഡ്സിലും കാര്യങ്ങളിലും ഒരു ചേഞ്ചസും ഒക്കെ വരുത്തി ഈ ഡിസ്ക്രിപ്ഷനെ കംപ്ലീറ്റ്ലി ഒന്ന് റീറൈറ്റ് ചെയ്ത് ഈ SEOയെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും വ്യൂസ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതിന് കാരണമെന്ന് പറയുന്നത്, യൂട്യൂബ് നമ്മുടെ ഈ ടൈറ്റിലും തംബ്നെയിലും നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് നോക്കുന്ന ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ടാണ് അൽഗോരിതം പിന്നീട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് തരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിൽ ഇത് ഉപയോഗിക്കാറുമുണ്ട്. ഞാനെന്നല്ല, മിക്ക വലിയ യൂട്യൂബേഴ്സും ഈ ഒരു കാര്യം ഉപയോഗിക്കാറുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ആ വ്യൂസ് സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ലോങ് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ വീഡിയോയിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ സ്റ്റോപ്പ് ആയിട്ടുള്ള ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഈ പുതിയ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും പറയാറുള്ള കാര്യമാണ്. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ രീതിയിലും നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വഴിയുമാണ്. ഇനിയുള്ള വഴികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ലോങ് വീഡിയോയെ കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷോർട്ട് വീഡിയോയുടെ റിലേറ്റഡ് വീഡിയോയിൽ നിങ്ങൾ ആ ലോങ് വീഡിയോ കൊടുക്കുക. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതൊരു വഴിയാണ്. 2, നിങ്ങൾക്ക് ആ ലോങ് വീഡിയോയെ റീമിക്സ് ചെയ്ത് അതിൽ നിന്നൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഷോർട്ട് വീഡിയോ കാണുന്നവർക്ക് ഈ ലോങ് വീഡിയോയുടെ റീമിക്സ് എന്ന് പറയുന്നത് ആ ലോങ് വീഡിയോയുടെ ലിങ്കും കാണിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരെ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഞാനിവിടെ എന്താ പറഞ്ഞത്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയായി, ഷോർട്ട് ക്രിയേറ്റ് ചെയ്യാം, റീമിക്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയും പറയാം. 3, നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാക്കി ഇടാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്നും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരൊറ്റ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങളും കിട്ടും. 4, നിങ്ങൾ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡ് സ്ക്രീനിൽ നിങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് ലോങ് വീഡിയോസിനെ അതിൻ്റെ എൻഡ് സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടി കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നതിന് ഇൻ വീഡിയോ പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലൂടെ മറ്റ് വീഡിയോയുടെ വ്യൂസ് കൂട്ടാനുള്ള ഓരോ വഴികളാണത്. അപ്പോൾ ഈ എല്ലാ വഴികളിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് വീഡിയോയുടെ വ്യൂസ് കൂട്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ആ പഴയ വീഡിയോ ഓൾറെഡി വ്യൂസ് സ്റ്റോപ്പ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഏതെങ്കിലും വഴിയിലൂടെ എങ്ങനെയെങ്കിലും വ്യൂസ് കയറി തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നീട് അതിൽ നല്ല ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ വീഡിയോ വീണ്ടും വൈറലാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ രീതിയിലൂടെയും നിങ്ങളുടെ വ്യൂസ് സ്റ്റോപ്പ് ആയിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.